ഹായ്, BSAയുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒപ്പീനിയൻസ് ഓഫ് തേർഡ് പേഴ്സൺസ് വെൻ റെലവെന്റ് എന്ന് പറയുന്ന മൊഡ്യൂളാണ്. നമ്മുടെ സിലബസിലെ BSAയുടെ അവസാനത്തെ മൊഡ്യൂളാണ്. എപ്പോഴാണ് തേർഡ് പേഴ്സൺസിന്റെ ഒപ്പീനിയൻസ് റെലവെന്റ് ആകുന്നത്, പ്രസക്തമാകുന്നത് എന്നാണ് ഈ ഒരു മൊഡ്യൂൾ നമ്മൾ നോക്കുന്നത്. അപ്പൊ സെക്ഷൻ 39 മുതൽ 45 വരെയാണ് ഈ മൊഡ്യൂൾ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് സെക്ഷൻ 39 വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, സെക്ഷൻ 39 നോക്കാം. സെക്ഷൻ 39 ഒപ്പീനിയൻസ് ഓഫ് എക്സ്പേർട്സിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ആണ്. ഒപ്പീനിയൻസ് ഓഫ് എക്സ്പേർട്ട് അഥവാ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ എപ്പോഴാണ് കോടതിയിൽ റെലവെന്റ് ആകുന്നത് അതിനെ സംബന്ധിച്ച് പറയുന്ന ഒരു സെക്ഷൻ ആണ് സെക്ഷൻ 39. സബ്സെക്ഷൻ 1 നോക്കാം. When the court has to form an opinion upon a point of foreign law, science, art or any other field or as to identity of handwriting or finger impressions, അതായത് കോടതിക്ക് ഒരു അഭിപ്രായ രൂപീകരണം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അഭിപ്രായം രൂപീകരിക്കേണ്ടതായിട്ടുണ്ട്. അത് ഏത് വിഷയത്തെ സംബന്ധിക്കുന്നതാണ്? ഒരു വിദേശ നിയമത്തെ സംബന്ധിക്കുന്നത്, ഫോറിൻ ലോയെ സംബന്ധിക്കുന്നത്, ആർട്ടിനെ സംബന്ധിക്കുന്നത്, അല്ലെങ്കിൽ സയൻസിന്, ശാസ്ത്ര മേഖലയുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ സമാനമായിട്ടുള്ള മറ്റേതെങ്കിലും മേഖലയുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായ രൂപീകരണം കോടതിക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഐഡന്റിറ്റി ഓഫ് ഹാൻഡ് റൈറ്റിംഗ്, കൈയക്ഷരം ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അഭിപ്രായ രൂപീകരണമാണ് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ ഫിംഗർ ഇംപ്രഷൻസുമായി ബന്ധപ്പെട്ട എന്തോ കാര്യങ്ങളാണ് കോടതിക്ക് എന്തോ വിഷയത്തിലാണ് കോടതിക്ക് അഭിപ്രായം വേണ്ടത് എന്നുണ്ടെങ്കിൽ, അത്തരം സാഹചര്യത്തിൽ ആ മേഖലയുമായി ബന്ധപ്പെട്ട അതിൽ വൈദഗ്ധ്യമുള്ള, അതിൽ സ്പെഷ്യൽ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളുടെ ഒപ്പീനിയൻ റെലവെന്റ് ആയിരിക്കും എന്നാണ് ഇവിടെ സെക്ഷൻ 39 സബ്സെക്ഷൻ 1 പറയുന്നത്. അതായത് ഫോറിൻ ലോ, സയൻസ്, ആർട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സമാനമായിട്ടുള്ള മേഖല, അല്ലെങ്കിൽ ഹാൻഡ് റൈറ്റിംഗുമായി ബന്ധപ്പെട്ട, ഫിംഗർ ഇംപ്രഷൻസുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ കോടതിക്ക് ഒരു ഒപ്പീനിയൻ വേണമെന്നുണ്ടെങ്കിൽ ആ മേഖലയിൽ സ്പെഷ്യലി സ്കിൽഡ് ആയിട്ടുള്ള, സയൻസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ സയൻസിൽ സ്കിൽഡ് ആയിട്ടുള്ള ഏതുമായി ബന്ധപ്പെട്ടാണോ അഭിപ്രായ രൂപീകരണം വേണ്ടത്, അല്ലെങ്കിൽ ഒരു അഭിപ്രായത്തിൽ കോടതിക്ക് എത്തേണ്ടത്, അപ്പൊ ആ മേഖലയുമായി ബന്ധപ്പെട്ട് അതിൽ സ്പെഷ്യൽ സ്കില്ലുള്ള ആളുകളുടെ അഭിപ്രായം കോടതിക്ക് തേടാവുന്നതാണ്. അങ്ങനെയുള്ള ആളുകളെയാണ് അവിടെ എക്സ്പേർട്സ് എന്ന് പറയുന്നത്. അവരുടെ ഒപ്പീനിയൻ പ്രസക്തമായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. സോ ദ ഒപ്പീനിയൻ അപ്പോൺ ദാറ്റ് പോയിന്റ് ഓഫ് പേഴ്സൺസ് സ്പെഷ്യലി സ്കിൽഡ് ഇൻ സച്ച് സബ്ജക്റ്റ് ആർ റെലവെന്റ് ഫാക്ട്സ്. അങ്ങനെയുള്ള ഫാക്ട്സുകൾ, അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന അഭിപ്രായങ്ങൾ റെലവെന്റ് ഫാക്ട് ആയിട്ട്, പ്രസക്തമായ വസ്തുതയായിട്ട് കോടതിയിൽ നിലനിൽക്കും, തെളിവിലേക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ആൻഡ് സച്ച് പേഴ്സൺസ് ആർ കോൾഡ് എക്സ്പേർട്സ്. അങ്ങനെ അഭിപ്രായങ്ങൾ കൊടുക്കുന്ന ആ വ്യക്തികളെയാണ്, അത്തരം സ്പെഷ്യൽ സ്കില്ലുള്ള ആളുകളെയാണ് എക്സ്പേർട്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ സയൻസിൽ സ്പെഷ്യൽ സ്കില്ലുള്ള ആളുകളെ, സ്പെഷ്യൽ നോളജ് ഉള്ള ആളുകളെ സയൻസുമായി ബന്ധപ്പെട്ട എക്സ്പേർട്സ്, ആർട്ടുമായി ബന്ധപ്പെട്ടാണ് അതിൽ എക്സ്പേർട്ട്, അങ്ങനെ എക്സ്പേർട്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ എക്സ്പേർട്സിന്റെ ഒപ്പീനിയൻ റെലവെന്റ് ആയിട്ടുള്ള ഫാക്ട് ആണ്, കോടതിയിൽ അത് സ്വീകരിക്കും എന്നാണ് സെക്ഷൻ 39 സബ്സെക്ഷൻ 1 പറയുന്നത്. അപ്പൊ ഇതിനെ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ ഇല്ലുസ്ട്രേഷൻസ് പറയുന്നുണ്ട്. നമുക്ക് താഴെ പറയുന്ന ഇല്ലുസ്ട്രേഷൻസ് നോക്കാം. യെസ്, ഇല്ലുസ്ട്രേഷൻ എ പറയുന്നത് നോക്കാം. ഇവിടെ എയിൽ പറയുന്നത് എന്താ? ദ ക്വസ്റ്റ്യൻ ഈസ് വെദർ ദ ഡെത്ത് ഓഫ് എ വാസ് കോസ്ഡ് ബൈ പോയിസൺ. അപ്പൊ എ എന്ന് പറയുന്ന ആള് മരിച്ചത് പോയിസൺ അകത്ത് ചെന്നാണോ എന്നാണ് കോടതിക്കിടെ വിലയിരുത്തേണ്ടതായിട്ടുള്ളത്. അപ്പൊ അതിലേക്കായിട്ട് ദ ഒപ്പീനിയൻസ് ഓഫ് എക്സ്പേർട്സ് ആസ് ടു ദ സിംപ്റ്റംസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പോയിസൺ ബൈ വിച്ച് എ ഈസ് സപ്പോസ്ഡ് ടു ഹാവ് ഡൈഡ് ആർ റെലവെന്റ് എന്ന് പറഞ്ഞാൽ, എ എന്ന് പറയുന്ന ആള് മരിക്കാൻ കാരണമായി എന്ന് വിചാരിക്കപ്പെടുന്ന ആ പോയിസൺ ഉണ്ടല്ലോ, ആ പോയിസന്റെ സിംപ്റ്റംസ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്നതിന്, അതിനെ സംബന്ധിച്ച് ആ മേഖലയിലെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളുടെ ഒപ്പീനിയൻ റെലവെന്റ് ആയിരിക്കും എന്നാണ് ഇവിടെ എ എന്ന് പറയുന്ന ഇല്ലുസ്ട്രേഷനിൽ പറയുന്നത്. നമുക്ക് അടുത്ത ഇല്ലുസ്ട്രേഷൻ നോക്കാം. യെസ്, ഇവിടെ രണ്ടാമത്തെ ബിയിൽ പറയുന്ന കാര്യം എന്താ? അപ്പൊ വായിച്ച് ഒരുപാട് ലെങ്തി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു ആകത്തുക പറഞ്ഞുതരാം. നമുക്ക് സമയത്തിന്റെ ഒരു പരിമിതി ഉണ്ട്, അതുകൊണ്ടാണ്. ഇവിടെ പറയുന്നത് എന്താ? ഒരു കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത്, ഇവിടെ എ എന്ന് പറയുന്ന ആളെ വെച്ചാണ് പറയുന്നത്. അപ്പൊ ഒരു കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിക്ക് അയാളുടെ മാനസിക അസ്വസ്ഥതകൾ കാരണം, അല്ലെങ്കിൽ അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് കാരണം, അയാൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ സ്വഭാവം അത് എങ്ങനെയുള്ളതാണ്, അതിന്റെ നേച്ചർ, അല്ലെങ്കിൽ അത് തെറ്റായിട്ടുള്ളതാണോ, നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുമോ, അല്ലെങ്കിൽ ഈ മാനസിക വിഭ്രാന്തി കാരണം അയാൾക്ക് അതിന് കഴിവില്ലാണ്ടാവോ എന്ന് പറഞ്ഞാൽ, അയാൾ ചെയ്യുന്ന കാര്യം തെറ്റാണോ, ശരിയാണോ, നിയമവിരുദ്ധമാണോ എന്ന് മനസ്സിലാക്കാനുള്ള ശേഷി അയാൾക്ക് നഷ്ടപ്പെടുമോ എന്ന പ്രശ്നത്തിന്റെ മേലെ ഒരു തർക്കം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അതാണ് കോടതിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ, ആ മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ധന്മാരുടെ അഭിപ്രായം അവിടെ റെലവെന്റ് ആയിരിക്കും എന്നാണ്, പ്രസക്തമായിരിക്കും എന്നാണ് ഇവിടെ ബിയിൽ പറയുന്നത്. അടുത്ത ഇല്ലുസ്ട്രേഷൻ നോക്കാം. യെസ്, ഇവിടെ സിയിൽ എന്താ പറയുന്നത്? ഇവിടെ ഒരു രേഖയെ സംബന്ധിക്കുന്ന തർക്കമാണ്. അപ്പൊ ഒരു രേഖ എ എഴുതിയതാണോ എന്നുള്ളതാണ് ഇവിടെ കോടതിയുടെ മുമ്പിലുള്ള ചോദ്യം. അപ്പം എ എഴുതിയിട്ടുള്ളതായിട്ടുള്ള മറ്റൊരു രേഖ, മുമ്പ് അംഗീകരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ തെളിയിച്ചിട്ടുള്ള, സമ്മതിച്ചിട്ടുള്ള മറ്റൊരു രേഖ ഹാജരാക്കുന്നു. എന്നിട്ട് എക്സ്പേർട്ടിന്റെ അടുത്ത് ചോദിക്കുകയാണ്, ഈ രണ്ട് രേഖകളും എന്ന് പറഞ്ഞാൽ മുമ്പേ പ്രൊഡ്യൂസ് ചെയ്ത രേഖയും അത് ഓൾറെഡി എയുടെ ആണെന്ന് അറിയാം, ഇപ്പൊ മറ്റൊരു രേഖയും കൂടെ പ്രൊഡ്യൂസ് ചെയ്തത്, ഇത് രണ്ടും ഒരാളെ എഴുതിയതാണോ, അല്ലെങ്കിൽ വെവ്വേറെ ആളുകൾ എഴുതിയതാണോ? അപ്പൊ ഈ ഒരു പ്രശ്നത്തിന്റെ മേലെ വിദഗ്ധർ കൊടുക്കുന്ന, ഈ ഒരു ചോദ്യത്തിന്റെ മേലെ വിദഗ്ധർ കൊടുക്കുന്ന അഭിപ്രായം റെലവെന്റ് ആയിരിക്കും എന്നാണ് ഇവിടെ മൂന്നാമതായിട്ട് പറയുന്നത്.
യെസ്, അപ്പൊ നമുക്ക് സെക്ഷൻ 39 സബ്സെക്ഷൻ 2 നോക്കാം. സബ്സെക്ഷൻ 2 പറയുന്നത് എന്താ? വെൻ ഇൻ എ പ്രൊസീഡിംഗ് ദ കോർട്ട് ഹാസ് ടു ഫോം ആൻ ഒപ്പീനിയൻ ഓൺ. ഇവിടെ കോടതിയിൽ ഒരു അഭിപ്രായ രൂപീകരണം കോടതിക്ക് ഉണ്ടാക്കേണ്ടത് ഏത് വിഷയത്തെ സംബന്ധിക്കുന്നതാണ്? എനി മാറ്റർ റിലേറ്റിംഗ് ടു എനി ഇൻഫോർമേഷൻ ട്രാൻസ്മിറ്റഡ് ഓർ സ്റ്റോർഡ് ഇൻ എ കമ്പ്യൂട്ടർ റിസോഴ്സ്. ഇവിടെ ഒരു ഇൻഫോർമേഷനെ സംബന്ധിക്കുന്ന, ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ റിസോഴ്സിന്റെ അകത്ത് ശേഖരിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ അകത്ത് സ്റ്റോർ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അതിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ട അയക്കപ്പെട്ടിട്ടുള്ള ഒരു വിവരത്തിനെ സംബന്ധിക്കുന്ന വിഷയത്തിലാണ് ഇവിടെ ഒരു അഭിപ്രായ രൂപീകരണം കോടതിക്ക് നടത്തേണ്ടതായിട്ടുള്ളത്. അല്ലെങ്കിൽ എനി അതർ ഇലക്ട്രോണിക് ഒരു ഡീറ്റെയിൽ ഫോമിലുള്ള ഇൻഫോർമേഷനെ സംബന്ധിക്കുന്ന ഒരു വിഷയത്തിന്റെ മേലെയാണ് കോടതിക്ക് ഒരു അഭിപ്രായ രൂപീകരണം നടത്തേണ്ടത് എന്നുണ്ടെങ്കിൽ ദ ഒപ്പീനിയൻ ഓഫ് എക്സാമിനർ ഓഫ് ഇലക്ട്രോണിക് എവിഡൻസ് റെഫേർഡ് ഇൻ സെക്ഷൻ 79A ഓഫ് IT Act 2000 ഈസ് എ റെലവന്റ് ഫാക്ട്. അപ്പൊ അതിലേക്കായിട്ട്, അതായത് ഇവിടെ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ അഭിപ്രായ രൂപീകരണം കിട്ടേണ്ടതായിട്ടുള്ള ഫാക്ട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വിഷയം എന്ന് പറഞ്ഞാൽ അത് ഒരു ഇൻഫോർമേഷനെ സംബന്ധിക്കുന്നതാണ്. ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സോഴ്സിൽ സൂക്ഷിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ അത് വഴി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ടതോ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷനെ സംബന്ധിച്ചാണ്. അപ്പൊ അതിലേക്കായിട്ട് IT ആക്ടിലെ സെക്ഷൻ 79A പറയുന്ന എക്സാമിനർ ഓഫ് ഇലക്ട്രോണിക് എവിഡൻസ് എന്ന് പറയുന്ന അഥവാ ഇലക്ട്രോണിക് തെളിവുകളുടെ പരിശോധകൻ എന്ന് പറയുന്ന ആളുടെ അഭിപ്രായം റെലവന്റ് ആയിട്ടുള്ള അഭിപ്രായമായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ഈ ഒരു വകുപ്പിന്റെ ആവശ്യകതയിലേക്കായി ഇലക്ട്രോണിക് തെളിവുകളുടെ പരിശോധകനെ ഒരു വിദഗ്ധനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എന്നാണ് ഇവിടെ എക്സ്പ്ലനേഷന്റെ അകത്ത് പറയുന്നത്. നോക്കിയേ, ഫോർ ദി പർപ്പസ് ഓഫ് ദിസ് സബ്സെക്ഷൻ എക്സാമിനർ ഓഫ് ഇലക്ട്രോണിക് എവിഡൻസ് ഷാൽ ബി ആൻ എക്സ്പേർട്ട്. മനസ്സിലായി? അപ്പൊ അതും എക്സ്പേർട്ട് ഒപ്പീനിയൻ ആയിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ സെക്ഷൻ 39 നമ്മൾ 2 സബ്സെക്ഷൻസ് പഠിച്ചു. ഒന്നാമത്തെ സബ്സെക്ഷനിൽ പഠിച്ചത് എന്താ? ഒരു ഫോറിൻ ലോയിൽ അല്ലെങ്കിൽ ആർട്ട്, സയൻസ് അല്ലെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് അല്ലെങ്കിൽ ഫിംഗർ ഇംപ്രഷൻ ഇങ്ങനെയുള്ള മേഖലയിലുള്ള വൈദഗ്ധ്യം നേടിയിട്ടുള്ള ആളുകളുടെ അഭിപ്രായം എക്സ്പേർട്ട് ഒപ്പീനിയൻ ആയിട്ട് കണക്കാക്കപ്പെടുന്ന സന്ദർഭത്തെ കുറിച്ച് പറഞ്ഞു. ഇവിടെ നമ്മൾ പറയുന്നത് IT ആക്ടിന്റെ സെക്ഷൻ 79A പറയുന്ന എക്സാമിനർ ഓഫ് ഇലക്ട്രോണിക് എവിഡൻസ് എന്ന് പറയുന്ന ആളുടെ ഒപ്പീനിയനും എക്സ്പേർട്ട് ഒപ്പീനിയൻ ആയിട്ട് കണക്കാക്കപ്പെടും എന്നാണ് ഇവിടെ സെക്ഷൻ 39 സബ്സെക്ഷൻ 2 നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം, സെക്ഷൻ 40. ഓക്കെ, അപ്പൊ നമുക്ക് സെക്ഷൻ 40 നോക്കാം. സെക്ഷൻ 40 എന്താ പറയുന്നത്? ഫാക്ട്സ് ബിയറിംഗ് അപ്പോൺ ഒപ്പീനിയൻസ് ഓഫ് എക്സ്പേർട്സ് എന്നാ പറയുന്നത്. എക്സ്പേർട്സിന്റെ ഒപ്പീനിയനുമായി ബന്ധമുള്ള വസ്തുതകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ഫാക്ട്സ്, വസ്തുതകളാണ്. നോട്ട് അതർവൈസ് റെലവന്റ്, മറ്റു രീതിയിലൊന്നും റെലവന്റ് അല്ലാത്ത, പ്രസക്തമല്ലാത്ത വസ്തുത. പക്ഷെ അത് പ്രസക്തമാകുന്നത് എപ്പോഴാണ്? ഇഫ് ദേ സപ്പോർട്ട് ഓർ ആർ ഇൻകൺസിസ്റ്റന്റ് വിത്ത് ദ ഒപ്പീനിയൻസ് ഓഫ് എക്സ്പേർട്സ്. അവർ എക്സ്പേർട്സിന്റെ ഒപ്പീനിയനുമായിട്ട് യോജിക്കുന്നതാണ്, എക്സ്പേർട്സിന്റെ ഒപ്പീനിയനുമായിട്ട് ബന്ധമുള്ളതാണ്, അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ എക്സ്പേർട്സിന്റെ ഒപ്പീനിയനുമായിട്ട് പൊരുത്തമില്ലാതെ ഇരിക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വസ്തുതകളുടെ പ്രസക്തിയെ കുറിച്ചാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സെക്ഷൻ 40 നമുക്ക് ഇതിന്റെ 2 ഇല്ലുസ്ട്രേഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണ് ഇവിടെ പറയുന്നത് മനസ്സിലാവും. യെസ്, അപ്പൊ ഇല്ലുസ്ട്രേഷൻ എ എന്താ പറയുന്നത്? ഇല്ലുസ്ട്രേഷൻ എ പറയുന്നത് എന്താന്ന് വെച്ചാല് ഇവിടെ കോടതിയുടെ മുമ്പിലുള്ള ചോദ്യം എന്ന് പറയുന്നത് വെദർ എ വാസ് പോയ്സൺ ബൈ എ സർട്ടൻ പോയ്സൺ. എ എന്ന് പറയുന്ന ആൾക്ക് ഒരു പ്രത്യേക വിഷബാധ ഏറ്റതാണോ എന്നുള്ളതാണ് കോടതിയുടെ മുമ്പിലുള്ള ചോദ്യം. അപ്പൊ അതിലേക്കായിട്ട് എന്ത് വസ്തുത പരിഗണിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഇതേ വിഷബാധ മുമ്പ് ഏറ്റിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അവർക്ക് എന്തുണ്ടായിട്ടുള്ള സിംറ്റംസ്, ലക്ഷണങ്ങൾ ഉണ്ടായി കാണുമല്ലോ, ആ വിഷബാധയുടെ കാരണം കൊണ്ട്, ആ വിഷബാധ ഏറ്റത് കാരണം ഉണ്ടായിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവുമല്ലോ, ആ ലക്ഷണങ്ങൾ അന്നത്തെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ പരിഗണിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അത് പരിഗണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ലക്ഷണങ്ങൾ ആ വിഷബാധ കാരണമല്ല എന്ന് അംഗീകരിച്ചിട്ടുണ്ടാവുമല്ലോ. ആ വസ്തുത ഇവിടെ പ്രസക്തമാണ് എന്നാണ് ഇവിടെ ഇല്ലുസ്ട്രേഷനിൽ പറയുന്നത്. അതായത് എക്ക് പ്രത്യേക വിഷബാധ ഏറ്റു എന്ന് സംശയിക്കുന്നു, ആ വിഷബാധ തന്നെയാണോ ഏറ്റത് എന്ന് ഉറപ്പിക്കുന്നതിലേക്കായിട്ട്, ആ വിഷബാധ മുമ്പ് ഏറ്റിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അപ്പൊ അവരന്ന് കാണിച്ച ലക്ഷണങ്ങൾ ഉണ്ടാവുമല്ലോ, അത് എക്സ്പേർട്സ് അന്ന് അംഗീകരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ലക്ഷണങ്ങൾ ആ വിഷബാധയുടെ ഭാഗമല്ല എന്ന് അംഗീകരിച്ചിട്ടുണ്ടാവുമല്ലോ. ആ വസ്തുത ഈ കേസ് തീരുമാനിക്കുന്നതിലേക്ക്, ഏകാ വിഷബാധ പ്രത്യേക വിഷബാധയാണോ ഏറ്റത് എന്ന് തീരുമാനിക്കുന്നതിലേക്ക് പ്രസക്തമാണ് എന്നാണ് ഇവിടെ പറയുന്നത് ഇല്ലുസ്ട്രേഷൻ എയിൽ. ഇതാണ് ഒന്നാമത്തെ ഇല്ലുസ്ട്രേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഇല്ലുസ്ട്രേഷൻ നോക്കാം. രണ്ടാമത്തെ ഇല്ലുസ്ട്രേഷൻ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഇല്ലുസ്ട്രേഷൻ എന്താ പറയുന്നത്? ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് whether an obstruction to a harbor is caused by a certain sea wall. ഒരു പ്രത്യേക സീവാൾ കാരണമാണ് ഒരു ഹാർബറിന് ഒബ്സ്ട്രക്ഷൻ സംഭവിച്ചത്, തടസ്സം വന്നത്, ഒരു പ്രത്യേക തുറമുഖത്തിന് തടസ്സം വന്നത് ഒരു പ്രത്യേക കടൽഭിത്തി കാരണമാണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അത് പരിഗണിക്കുന്നതിലേക്കായിട്ട് അവിടെ എന്ത് നോക്കിയാൽ മതി എന്ന് പറയുന്നത്, സമാനമായിട്ടുള്ള ഒരു തുറമുഖം, അവിടെ കടൽഭിത്തി ഒന്നുമില്ല, പക്ഷെ മറ്റു കാര്യങ്ങൾ കൊണ്ടൊക്കെ സമാനമാണ്, പക്ഷെ അവിടെയും തടസ്സം വന്നിട്ടുണ്ട്. ഏകദേശം അതേ സമയത്ത് ആ കടൽഭിത്തി ഇല്ലാണ്ടിരിക്കുന്ന ആ തുറമുഖത്തിനും സമാനമായിട്ടുള്ള കാലഘട്ടത്തിന്റെ അകത്ത് ഒരു തടസ്സം വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ വസ്തുത ഇവിടെ പ്രസക്തമാണ്. ഇവിടെ ഈ ഒരു കേസിന്റെ അകത്ത് ആ വസ്തുത പ്രസക്തമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പഠിച്ചത്.
അപ്പൊ വിദഗ്ധരുടെ അഭിപ്രായങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അതിനോട് ബന്ധമുള്ള വസ്തുതകളാണ് നമ്മൾ ഈ സെക്ഷൻ 40 പഠിച്ചത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് പോകാം. അപ്പൊ നമുക്ക് സെക്ഷൻ 41 നോക്കാം. ഇനി സെക്ഷൻ 41 എന്താ പറയുന്നത്? ഒപ്പീനിയൻ ആസ് ടു ഹാൻഡ് റൈറ്റിംഗ് ആൻഡ് സിഗ്നേച്ചർ വെൻ റെലവെന്റ് എന്നാ പറയുന്നത്. അതായത് ഒരു ഹാൻഡ് റൈറ്റിംഗുമായി ബന്ധപ്പെട്ട ഒരു സിഗ്നേച്ചറുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം എപ്പോഴാണ് പ്രസക്തമാകുന്നത് എന്നാണ് സെക്ഷൻ 41 ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ സെക്ഷന് 2 സബ്സെക്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ സബ്സെക്ഷൻ എന്താ പറയുന്നത്? വെൻ ദ കോർട്ട് ഹാസ് ടു ഫോം എൻ ഒപ്പീനിയൻ, കോടതിക്ക് ഇവിടെ അഭിപ്രായ രൂപീകരണം നടത്തേണ്ടത് എന്തിനെ സംബന്ധിക്കുന്ന വിഷയത്തിലാണ്? ഓൺ ബൈ whom any document was written or signed. ഒരു പ്രത്യേക ഡോക്യുമെന്റ്, ഒരു പ്രത്യേക രേഖ ആരാണ് എഴുതിയത് അല്ലെങ്കിൽ ആരാണ് അത് സൈൻ ചെയ്തത്, അതിന്റെ അകത്ത് ഒപ്പുവെച്ചത് എന്നതിനെ സംബന്ധിക്കുന്ന ഒരു ഒപ്പീനിയൻ ആണ് കോടതിക്ക് അവിടെ ഉണ്ടാക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ അതിലേക്കായിട്ട് ആരുടെ ഒപ്പീനിയൻ തേടിയാൽ മതി എന്നാണ് കോടതി പറയുന്നത്? ദ ഒപ്പീനിയൻ ഓഫ് എനി പേഴ്സൺ അക്വൈന്റഡ് വിത്ത് ദ ഹാൻഡ് റൈറ്റിംഗ് ഓഫ് ദ പേഴ്സൺ ബൈ whom it is supposed to be written or signed. ഏത് വ്യക്തിയുടെ കൈപ്പടയാണോ അല്ലെങ്കിൽ ഏത് വ്യക്തിയാണോ ആ ഡോക്യുമെന്റിന്റെ അകത്ത് എഴുതിയത് എന്ന് വിചാരിക്കുന്നത്, ആ വ്യക്തിയുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളുടെ അഭിപ്രായമാണ് അവിടെ പ്രസക്തമാകുന്നത് എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കേസിന്റെ അകത്ത് പരിശോധിക്കേണ്ടത് എന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണോ അല്ലെങ്കിൽ എന്റെ സിഗ്നേച്ചർ ആണോ ഒരു പ്രത്യേക ഡോക്യുമെന്റിൽ എന്നുള്ളതാണ് എന്നുണ്ടെങ്കിൽ അവിടെ ആ ഒപ്പീനിയൻ ആണ് കോടതിക്ക് കിട്ടേണ്ടത് എന്നുണ്ടെങ്കിൽ ഞാനുമായി ചേർന്ന് നിൽക്കുന്ന ഒരാളുടെ ഒപ്പീനിയൻ, അയാൾ പറയാണ് യെസ് ഇത് ഇയാൾ എഴുതിയത് തന്നെയാണ്, അല്ലെങ്കിൽ ഇത് ഇയാളുടെ സിഗ്നേച്ചർ തന്നെയാണ്, അല്ലെങ്കിൽ ഇത് ഇയാളുടെ സിഗ്നേച്ചർ അല്ല, ഇത് ഇയാൾ എഴുതിയതല്ല എന്നുള്ള വസ്തുത ഞാനുമായി ചേർന്ന് നിൽക്കുന്ന ഒരാൾ പറയുകയാണെങ്കിൽ ആ ഒപ്പീനിയൻ അവിടെ റെലവെന്റ് ആയിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിനെ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി എക്സ്പ്ലനേഷൻ ഈ സെക്ഷന് തന്നിട്ടുണ്ട്, നമുക്കത് നോക്കാം. അപ്പൊ നമ്മളിവിടെ ആക്ച്വലി എന്താണ് സെക്ഷൻ 41 പഠിച്ചത്? ഒരു പ്രത്യേക വ്യക്തിയുടെ ഹാൻഡ് റൈറ്റിംഗ് സിഗ്നേച്ചർ ഒക്കെ അയാളുടേതാണെന്ന് ഉറപ്പിക്കുന്നതിലേക്കായി കോടതിയുടെ മുമ്പിൽ ആര് ഒപ്പീനിയൻ പറഞ്ഞാൽ മതി? അയാളുമായി ചേർന്ന് നിൽക്കുന്ന, അയാളുടെ അക്വൈന്റഡ് ആയിട്ടുള്ള പേഴ്സൺ, അയാളുടെ പരിചയത്തിലുള്ള അല്ലെങ്കിൽ അയാളുമായി ചേർന്ന് നിൽക്കുന്ന വ്യക്തി അഭിപ്രായം പറഞ്ഞാൽ മതി. അത് റെലവെന്റ് ആയിട്ടുള്ള വസ്തുതയായിട്ട് കോടതി കണക്കാക്കും, ഒപ്പീനിയൻ ആയിട്ട് കണക്കാക്കും എന്നാണ് ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ അതിനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് ആരാണ് ഒരു അക്വൈന്റഡ് പേഴ്സൺ എന്നതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് ഇവിടെ പറയുന്നത് എന്താണ്? ഹി ഹാസ് സീൻ ദാറ്റ് പേഴ്സൺ റൈറ്റ് എന്ന് പറഞ്ഞാൽ ആ പ്രത്യേക വ്യക്തി ആരുടെ ഹാൻഡ് റൈറ്റിംഗ് ആണോ അല്ലെങ്കിൽ ആരുടെ സിഗ്നേച്ചർ ആണോ ഡിസ്പ്യൂട്ടിൽ വന്നിട്ടുള്ളത്, ചോദ്യത്തിൽ വന്നത്, അയാൾ എഴുതുന്നത് മറ്റേ അക്വൈന്റഡ് ആയിട്ടുള്ള പേഴ്സൺ, അയാളുടെ പരിചയത്തിലുള്ള പേഴ്സൺ കണ്ടിട്ടുണ്ട്, അയാൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ് അവിടെ തെളിയിക്കേണ്ടതായിട്ടുള്ളത് അല്ലെങ്കിൽ അവിടെ കോടതിയുടെ മുമ്പിൽ ചോദ്യമുള്ളത് എന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആള്, അയാൾ അവിടെ സ്ഥിരമായിട്ട് ഞാൻ എഴുതുന്നത് കാണുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അയാൾ പറഞ്ഞാൽ മതി, അയാളുടെ ഒപ്പീനിയൻ റെലവെന്റ് ആകുന്നു. അല്ല എന്നുണ്ടെങ്കിൽ he has received documents purporting to be written by that person in answer to documents written by himself under his authority and addressed to that person എന്നാ പറയുന്നത്. ഇനി ഈ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടേ ഒരു ഉദാഹരണം കേട്ടാൽ മതി. അതായത് ഞാൻ പറഞ്ഞല്ലോ ഞാനുമായി പരിചയമുള്ള ഒരു വ്യക്തി, ആ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെങ്കിൽ ആ വ്യക്തി എനിക്ക് സ്ഥിരമായിട്ട് ലെറ്റേഴ്സ് എഴുതുന്നുണ്ട്, കത്തുകൾ എഴുതുന്നുണ്ട്. ഒരു ഡോക്യുമെന്റ് എന്നാ പറയുന്നത് കത്തുകൾ എന്ന എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം. സ്ഥിരമായിട്ട് കത്തുകൾ എഴുതുന്നുണ്ട്, ആ കത്തുകൾക്ക് ഞാൻ അയാൾക്ക് മറുപടി എഴുതുന്നുണ്ട്. അപ്പൊ ആ മറുപടികൾ അയാൾ സ്ഥിരമായിട്ട് വായിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അയാൾ എന്റെ ഹാൻഡ് റൈറ്റിംഗുമായിട്ടും എന്റെ സിഗ്നേച്ചറുമായിട്ടും അയാൾ ആ കത്തുകളിലൂടെ ഫെമിലിയർ ആണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ വിവരം കോടതിയിൽ പറഞ്ഞാൽ മതി. അതിൽ നിന്ന് അയാൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അത് പ്രത്യേക രേഖ അത് ഞാൻ എഴുതിയതാണോ അല്ലയോ അല്ലെങ്കിൽ ഞാൻ സൈൻ ചെയ്താണോ അല്ലേ എന്ന് അയാൾക്ക് പറയാൻ പറ്റും. കാരണം എന്റെ ഹാൻഡ് റൈറ്റിംഗ് ആൾക്കറിയാം, എന്റെ സിഗ്നേച്ചർ അയാൾക്കറിയാം. അപ്പൊ അത് വെച്ചിട്ട് അയാൾ അഭിപ്രായം പറഞ്ഞാൽ മതി. അങ്ങനെ പറയുന്ന അഭിപ്രായം റെലവെന്റ് ആയിരിക്കും എന്നാണ് ഇവിടെ രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ സന്ദർഭം എന്താ ഇവിടെ പറയുന്നത്? അതായത് ബിസിനസ് മുറയുടെ ഭാഗമായിട്ട് എന്ന് പറഞ്ഞാൽ കോഴ്സ് ഓഫ് ബിസിനസിന്റെ ഭാഗമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് മറ്റേ ആൾക്ക് ഒരു ഡോക്യുമെന്റ് അയക്കുന്നുണ്ട്. ആ ഡോക്യുമെന്റിന്റെ അകത്ത് എന്റെ സിഗ്നേച്ചറോ അല്ലെങ്കിൽ എന്റെ ഹാൻഡ് റൈറ്റിംഗോ ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ടും അയാൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അത് വെച്ചിട്ട് അയാൾക്ക് കിട്ടുന്ന ആ ഒപ്പീനിയൻ അതും അയാൾക്ക് കോടതി പറയാൻ വേണ്ടി പറ്റും. അത് റിലവന്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ സെക്ഷൻ 41 സബ്സെക്ഷൻ 1 എക്സ്പ്ലനേഷൻസ് ആണ് നോക്കിയത്. അപ്പം അതിന് ഈ സബ്സെക്ഷന് ഇല്ലുസ്ട്രേഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ തന്നെയാണ്, എന്നാലും ഇല്ലുസ്ട്രേഷൻസും കൂടെ ബെയറാക്ടിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതും കൂടെ നോക്കാം. ഇവിടെ ഇല്ലുസ്ട്രേഷൻ പറയുന്നത് ക്വസ്റ്റ്യൻ ഈസ് വെദർ എ ഗിവൺ ലെറ്റർ ഈസ് ഇൻ ദ ഹാൻഡ് റൈറ്റിംഗ് ഓഫ് എ മെർച്ചന്റ് ഇൻ ഇറ്റാനഗർ. ഇറ്റാനഗറിലുള്ള ഒരു മെർച്ചന്റ് ആണ് എയുടെ ഹാൻഡ് റൈറ്റിംഗ് ആണ് ഒരു പ്രത്യേക പ്രസ്തുത ലെറ്ററിന്റെ അകത്തുള്ളത് എന്നാണ് അവിടെ കോടതിയുടെ മുമ്പിലുള്ള ചോദ്യം എന്ന് പറയുന്നത്. അതായത് ഒരു പ്രത്യേക കത്ത് എഴുതിയത് ആണോ, അത് എയുടെ ഹാൻഡ് റൈറ്റിംഗ് ആണോ അതിന്റെ അകത്ത് കാണുന്നത് എന്നാണ് അവിടെ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ളത്, അല്ലെങ്കിൽ അവിടെ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്, കോടതിക്ക് നോക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ അതിലേക്കായിട്ട് എന്തൊക്കെ പരിഗണിക്കും എന്നാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. അതിലേക്കായിട്ട് ബി പറയുന്ന വസ്തുതകൾ നോക്കാം. ബി ഈസ് എ മെർച്ചന്റ് ഇൻ ബാംഗ്ലൂർ. ബി എന്ന് പറയുന്ന ബാംഗ്ലൂരിലുള്ള ഒരു മെർച്ചന്റ് ഉണ്ട്. അയാള് സ്ഥിരമായിട്ട് എക്ക് കത്ത് എഴുതും.
ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എയുടെ ഹാൻഡ് റൈറ്റിംഗ് ആണ്. അതായത് എയുടെ ഹാൻഡ് റൈറ്റിംഗ് ആണോ ഒരു ലെറ്ററിന്റെ അകത്തുള്ളത് എന്ന വസ്തുതയാണ് അവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിലേക്കായിട്ട് ബി സ്ഥിരമായിട്ട് എക്ക് കത്ത് എഴുതുന്നുണ്ട്. അതിന് റിപ്ലൈ ആയിട്ട് എ അവിടെ നിന്ന് ഇറ്റാനഗറിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ബിക്ക് കത്ത് അയക്കുന്നുമുണ്ട്. അപ്പം ബിയെ സംബന്ധിച്ച് ബിക്ക് ഫെമിലിയർ അല്ലേ എയുടെ ഹാൻഡ് റൈറ്റിംഗ്? കാരണം എ എഴുതുന്ന റിപ്ലൈസ്, ഇയാൾ കൊടുക്കുന്ന അങ്ങോട്ട് അയക്കുന്ന കത്തിന് എ ഇങ്ങോട്ട് അയക്കുന്ന റിപ്ലൈസ് സ്ഥിരമായിട്ട് കാണുന്ന വായിക്കുന്ന ഒരാളാണ് ബി. അപ്പൊ അവിടെ ബിയുടെ ഒപ്പീനിയൻ റെലവെന്റ് ആണ്. കാരണം ബിക്ക് അറിയാം എ എഴുതിയതാണോ അല്ലേ, കാരണം എ എഴുതിയ കത്തുകൾ മുമ്പ് വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉറപ്പാണ് എയുടെ ഹാൻഡ് റൈറ്റിംഗ് ആണോ അല്ലേ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒപ്പീനിയൻ റെലവെന്റ് ആണ്. മാത്രമല്ല ഇവിടെ വേറൊരാളെ പറയുന്നു, സി എന്ന് പറഞ്ഞ ആളെ കുറിച്ച് പറയുന്നു. സി ആരാണ്? സി എയുമായി ബന്ധമുള്ള ആളൊന്നുമില്ല, പക്ഷെ ബിയുടെ ക്ലർക്കാണ് സി. ബി അങ്ങോട്ട് കത്തുകൾ അയക്കുന്നുണ്ടല്ലോ, അപ്പൊ ആ ബിയുടെ ക്ലർക്കാണ് സി എന്ന് പറഞ്ഞ ആള്. പക്ഷെ ആ ക്ലർക്കിന്റെ ജോലി എന്താണ്? ബിയുടെ ലെറ്റേഴ്സ് ഒക്കെ അയക്കുക, ഇങ്ങോട്ട് വരുന്ന ലെറ്റേഴ്സ് സ്വീകരിക്കുക, അങ്ങനെയുള്ള ക്ലറിക്കൽ ജോലികൾ ചെയ്യുന്ന ആളാണ്. അപ്പം ബിയുടെ ക്ലർക്കായിട്ടുള്ള സിക്കും അറിയാം ബി ആർക്കൊക്കെ കത്ത് എഴുതുന്നുണ്ട്, ബി ആരൊക്കെ കത്തുകൾ റിസീവ് ചെയ്യുന്നുണ്ട്. അപ്പൊ റിസീവ് ചെയ്യുന്ന കത്തുമായി ബന്ധപ്പെട്ട ഹാൻഡ് റൈറ്റിംഗും കാര്യങ്ങളൊക്കെ സിക്കും ഫെമിലിയർ ആണ്. അപ്പൊ സി അവിടെ ഒപ്പീനിയൻ പറഞ്ഞാൽ അത് റെലവെന്റ് ആണ്. ഇനി അടുത്തതായിട്ട് ആരെ കുറിച്ചാണ് പറയുന്നത്? ഡി എന്ന് പറയുന്ന ആളെ കുറിച്ചാണ് പറയുന്നത്. ഡിയും എയുമായിട്ട് ബന്ധമൊന്നുമില്ല, പക്ഷെ ഡി എന്ന് പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ബാംഗ്ലൂരിലുള്ള മർച്ചന്റ് ഇല്ലേ, ആ ബിയുടെ ബ്രോക്കറാണ് ഡി എന്ന് പറഞ്ഞാല്. പക്ഷെ ബി അങ്ങോട്ട് കത്തുകൾ അയക്കുന്നതും ബിക്ക് ഇങ്ങോട്ട് എ കത്തുകൾ അയക്കുന്ന കാര്യം, ആ കത്തുകളുമായി സംബന്ധിച്ച് അതിൽ അഡ്വൈസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന, അതിനൊക്കെ വേണ്ടിയിട്ട് ബി സമീപിക്കുന്ന ഒരാളാണ് ഡി. അതുകൊണ്ട് തന്നെ ഡിയും ആ എയുടെ ലെറ്റേഴ്സുമായും അതിൻ്റെ അകത്തുള്ള മാറ്റേഴ്സുമായിട്ടൊക്കെ ഫെമിലിയർ ആണ്. അതുകൊണ്ട് തന്നെ ബിയുടെ ബ്രോക്കർ ആയിട്ടുള്ള ഡിയും അതിൻ്റെ അകത്ത് ഈ ഹാൻഡ് റൈറ്റിംഗ് സംബന്ധിച്ച് അഭിപ്രായം പറയാൻ വേണ്ടി പറ്റും. അങ്ങനെ പറയുന്ന അഭിപ്രായം റെലവെന്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്ന ആളുടെ ഹാൻഡ് റൈറ്റിംഗ് ആണോ ഒരു പ്രത്യേക ലെറ്ററിൽ ഉള്ളത് എന്ന് കണ്ടുപിടിക്കുന്നതിലേക്കായിട്ട് ബിയുടെയും സിയുടെയും ഡിയുടെയും ഒപ്പീനിയൻസ് റെലവെന്റ് ആണ്. ഈവൻ ദോ അവര് എ എഴുതുന്നത് ഇവർ ആരും കണ്ടിട്ടില്ല. എ എന്ന് പറയുന്ന ആൾ എഴുതുന്നത് അവരാരും അയാൾ എഴുതുന്നത് നോക്കി നിന്ന ആളുകളല്ല, പക്ഷെ അയാളുടെ കത്തുകൾ കണ്ടിട്ടുണ്ട്, അയാളുടെ കത്തുകൾ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിലേക്കായിട്ട് ബിയും സിയും ഡിയും കൊടുക്കുന്ന ഒപ്പീനിയൻ റെലവെന്റ് ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഹാൻഡ് റൈറ്റിംഗും സിഗ്നേച്ചറും എപ്പോഴാണ് അതിനെ സംബന്ധിക്കുന്ന ഒപ്പീനിയൻസ് എപ്പോഴാണ് റെലവെന്റ് എന്നതിനെ സംബന്ധിച്ച് സെക്ഷൻ 41 സബ്സെക്ഷൻ 1 പറയുന്നത്. ഇനി സബ്സെക്ഷൻ 2 നോക്കാം. യെസ്, അപ്പൊ നമ്മൾ സെക്ഷൻ 41 സബ്സെക്ഷൻ 2 ആണ് ഇനി നോക്കുന്നത്. സബ്സെക്ഷൻ 2 പറയുന്നത് when the court has to form an opinion on the electronic signature of any person, ഒരു വ്യക്തിയുടെ ഇലക്ട്രോണിക് സിഗ്നേച്ചറുമായി ബന്ധപ്പെട്ട ഒരു ഒപ്പീനിയൻ ആണ് കോടതിക്ക് രൂപീകരിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അതിലേക്കായിട്ട് the opinion of a certifying authority is relevant. സർട്ടിഫൈയിങ് അതോറിറ്റിയുടെ ഒപ്പീനിയൻ അവിടെ റെലവെന്റ് ആണ്. ഈ സർട്ടിഫൈയിങ് അതോറിറ്റി ആണ് ആക്ച്വലി ഇലക്ട്രോണിക് സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. അപ്പൊ അങ്ങനെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ള ആ സർട്ടിഫൈയിങ് അതോറിറ്റിയുടെ ഒപ്പീനിയൻ റെലവെന്റ് ആണ്. ഒരാളുടെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ ആണോ ഒരു പ്രസ്തുത സിഗ്നേച്ചർ എന്ന് കണ്ടുപിടിക്കുന്നതിലേക്കായിട്ട് സർട്ടിഫൈയിങ് അതോറിറ്റിയുടെ എന്ന് പറഞ്ഞാൽ അത് ആ ഇലക്ട്രോണിക് സിഗ്നേച്ചർ നൽകിയിട്ടുള്ള സർട്ടിഫൈയിങ് അതോറിറ്റിയുടെ ഒപ്പീനിയൻ റെലവെന്റ് ആയിരിക്കും എന്നാണ് ഇവിടെ സബ്സെക്ഷൻ 2 പറയുന്നത്. അപ്പൊ ഇതാണ് സെക്ഷൻ 41. അപ്പൊ ഹാൻഡ് റൈറ്റിംഗ് സിഗ്നേച്ചറിനെ ഒക്കെ സംബന്ധിക്കുന്ന ഒപ്പീനിയൻ എപ്പോഴാണ് റെലവെന്റ് ആകുന്നത് എന്നതാണ് സെക്ഷൻ 41 സബ്സെക്ഷൻ 1 and 2 നമ്മൾ പഠിച്ചത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകാം. യെസ്, അപ്പൊ ഇനി സെക്ഷൻ 42 ആണ് നോക്കുന്നത്. സെക്ഷൻ 42 എന്താ പറയുന്നത്? ഒപ്പീനിയൻ ആസ് ടു എക്സിസ്റ്റൻസ് ഓഫ് ജനറൽ കസ്റ്റം ഓർ റൈറ്റ് വെൻ റെലവെന്റ് എന്നാ പറയുന്നത്. ഒരു അവകാശം, പൊതുവിലുള്ള ഒരു അവകാശം അല്ലെങ്കിൽ പൊതുവിൽ ഉണ്ടായിരുന്ന ജനറൽ ആയിട്ടുള്ള ഒരു കസ്റ്റം, ആചാരം, അങ്ങനെ ഒരു ആചാരം നിലനിന്നിരുന്നോ അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്തിരുന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു റൈറ്റ് യഥാർത്ഥത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള ഒപ്പീനിയൻ റെലവെന്റ് ആകുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 42 ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും, ചെറിയൊരു സെക്ഷൻ ആണ്. When the court has to form an opinion on, എന്തിനെ കുറിച്ചാണ് കോടതിക്ക് ഒപ്പീനിയൻ അറിയേണ്ടത്? എക്സിസ്റ്റൻസ് ഓഫ് എനി ജനറൽ റൈറ്റ് ഓർ കസ്റ്റം, ഒരു പൊതുവിൽ നിലനിന്നിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു ഒപ്പീനിയനെ ഒരു കസ്റ്റത്തെ കുറിച്ച്, ഒരു ആചാരത്തെ കുറിച്ച്, ഒരു അവകാശത്തെ കുറിച്ച്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവകാശം യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നോ, അങ്ങനെ ഒരു കസ്റ്റം യഥാർത്ഥത്തിൽ നിലനിന്നിരുന്നോ, അതിന്റെ എക്സിസ്റ്റൻസിനെ സംബന്ധിച്ചാണ് അവിടെ ചോദ്യം ഉയരുന്നത്. അപ്പൊ അതിനെ സംബന്ധിച്ച് ഒരു ഒപ്പീനിയൻ കോടതിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആരുടെ ഒപ്പീനിയൻ തേടിയാൽ മതി എന്ന് അവിടെ പറയുന്നത്? ഒപ്പീനിയൻസ് ഓഫ് ദി പേഴ്സൺസ് who would be likely to know about the existence of such a custom or right if it existed. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കസ്റ്റം അല്ലെങ്കിൽ അങ്ങനെ ഒരു റൈറ്റ് നിലനിന്നിരുന്നെങ്കിൽ അതിനെപ്പറ്റി അറിയാൻ ഇടയുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അവരുടെ ഒപ്പീനിയൻ ആ വിഷയത്തിൽ റെലവെന്റ് ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ ആക്ച്വലി അങ്ങനെ ഒരു റൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ, ആക്ച്വലി അങ്ങനെ ഒരു കസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ അത് അറിയാൻ സാധ്യതയുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ. കാരണം അവിടെ ജീവിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾ, അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കസ്റ്റം, അങ്ങനെ ഒരു റൈറ്റ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ ഇടയുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അവരുടെ അഭിപ്രായം കോടതിയുടെ മുമ്പിൽ പ്രസക്തമാണ്. ഇപ്പൊ കോടതിയുടെ ചോദ്യം എന്താ? ശരിക്കും ഇങ്ങനൊരു കസ്റ്റം ഉണ്ടായിരുന്നോ, ശരിക്കും ഇങ്ങനെ ഒരു റൈറ്റ് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അത് ഉണ്ടായിരുന്നെങ്കിൽ അത് അറിയാൻ സാധ്യതയുള്ള ആളുകൾ ഉണ്ടല്ലോ, അവരോട് ചോദിച്ചാൽ മതി, അവരുടെ ഒപ്പീനിയൻ അവിടെ റെലവെന്റ് ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഇതാണ് സെക്ഷൻ 42. ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു എക്സ്പ്ലനേഷനും ഒരു ഇല്ലുസ്ട്രേഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം.
യെസ്. അപ്പൊ എക്സ്പ്ലനേഷൻ നോക്കണം. എക്സ്പ്ലനേഷനിൽ എന്താ പറയുന്നത്? ഒറ്റ കാര്യം പറയുന്നുള്ളൂ. ദ എക്സ്പ്രഷൻ ജനറൽ കസ്റ്റം ഓർ റൈറ്റ്, പൊതുവെ ഉള്ള കസ്റ്റം റൈറ്റ് എന്ന ഒരു എക്സ്പ്രഷൻ എന്ന പദപ്രയോഗം കൊണ്ട് അതിന്റെ മീനിങ്ങിന്റെ അകത്ത് എന്തും കൂടി ഉൾപ്പെടുന്നുണ്ട് എന്നാ പറയുന്നത്. കസ്റ്റംസ് ഓർ റൈറ്റ്സ് കോമൺ ടു എനി കൺസിഡറബിൾ ക്ലാസ് ഓഫ് പേഴ്സൺസ്, ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രത്യേക ഗണത്തിൽപ്പെട്ട ആളുകളുടെ പൊതുവായിട്ടുള്ള അവകാശം അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള കസ്റ്റംസ്, അതും ഈ ജനറൽ കസ്റ്റം ഓർ റൈറ്റ് എന്നതിന്റെ അകത്ത് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ആണെങ്കിൽ പോലും അത് എന്താണ്, പ്രത്യേക ഫാമിലി ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ പ്രത്യേക ഒരു വിഭാഗത്തിന്റെ അവകാശങ്ങളും കസ്റ്റംസും അതും ഈ ജനറൽ കസ്റ്റം റൈറ്റ് എന്നതിന്റെ അണ്ടറിൽ വരുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് ഇല്ലുസ്ട്രേഷൻ നോക്കാം. ഇല്ലുസ്ട്രേഷന്റെ അകത്ത് എന്താ പറയുന്നത്? ഇനി നമുക്ക് ഈ ഇല്ലുസ്ട്രേഷനും കൂടെ നോക്കാം. അവിടെ ഇല്ലുസ്ട്രേഷൻ ആയിട്ട് പറഞ്ഞേക്കുന്നത് എന്താ, ഒരു ഗ്രാമത്തിന്റെ അകത്ത് ജീവിക്കുന്ന ഗ്രാമവാസികളായിട്ടുള്ള ആളുകൾ അവർ ആ ഗ്രാമത്തിന്റെ അകത്തുള്ള ഒരു പ്രത്യേക കിണറ്റിന്റെ അകത്തുനിന്ന് വെള്ളം എടുക്കുന്നു. അത് അവരുടെ ഒരു റൈറ്റ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള സംഗതികളെല്ലാം ഈ സെക്ഷൻ പ്രകാരം ഈ സെക്ഷനിൽ പറയുന്ന ജനറൽ റൈറ്റിന്റെ അണ്ടറിൽ വരുന്ന സംഗതികളാണ്. ഒരു കിണറ്റിന്റെ അകത്തുനിന്ന് വെള്ളം, ഒരു ഗ്രാമവാസികളെല്ലാം അവിടുന്ന് വെള്ളം എടുക്കുന്നു, കാലങ്ങളായിട്ടാണ് അവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നത്. അപ്പൊ അവരുടെ ഒരു ജനറൽ ആയിട്ടുള്ള റൈറ്റ് ആയിട്ടാണ് അതിനെ കണക്കാക്കപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള സംഗതികളാണ് ഇവിടെ ജനറൽ റൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതാണ് സെക്ഷൻ 42. ചെറിയ സെക്ഷൻ ആയിരുന്നു. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്, ജനറൽ കസ്റ്റം റൈറ്റിനെ സംബന്ധിക്കുന്ന, അതിന്റെ നിലനിൽപ്പിനെ സംബന്ധിക്കുന്ന ഒരു ചോദ്യം ഉയരുമ്പം അവിടെ റെലവന്റ് ആകുന്ന ഒപ്പീനിയനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? നമുക്ക് ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകാം. സമയമില്ലാത്തതിന്റെ പ്രശ്നം കൂടെയാണ് കേട്ടോ. ഒരുപാട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത്, മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് പറയാറുണ്ടായിരുന്നു. അപ്പൊ എക്സാം അടുത്തിരിക്കുകയാണ്, നമുക്ക് അടുത്ത ദിവസം എക്സാം ആണ്. അപ്പൊ ആ സാഹചര്യത്തിലാണ് നമ്മൾ ഇത് പറയുന്നത്. അതുകൊണ്ട് അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. അപ്പൊ ഇനി നമുക്ക് സെക്ഷൻ 43 നോക്കാം. സെക്ഷൻ 43 എന്താ പറയുന്നത്? ഒപ്പീനിയൻ ആസ് ടു യൂസേജസ്, ടെനറ്റ്സ് എക്സെട്ര വെൻ റെലവെന്റ്. കീഴ്വഴക്കങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള അഭിപ്രായങ്ങൾ എപ്പോഴാണ് പ്രസക്തമാകുന്നത് എന്നാണ് ഇവിടെ നോക്കുന്നത്. അപ്പം സബ്സെക്ഷൻസ് ഒന്നും ആയിട്ട് പറയുന്നില്ല, 3 ക്ലോസസ് ആയിട്ട് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. വെൻ ദ കോർട്ട് ഹാസ് ടു ഫോം എൻ ഒപ്പീനിയൻ ഓൺ, എന്തിനെ കുറിച്ചാണ് കോടതിക്ക് ഒപ്പീനിയൻ ഉണ്ടാക്കേണ്ടത്? 3 കാര്യങ്ങളെ കുറിച്ചാണ്. യൂസേജസ് ഓർ ടെനറ്റ്സ് ഓഫ് എനി ബോഡി ഓഫ് മെൻ ഓർ ഫാമിലി, ഏതെങ്കിലും കുടുംബത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഏതൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ സംബന്ധിച്ച്, അവരുടെ കീഴ്വഴക്കങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന സിദ്ധാന്തങ്ങളെ സംബന്ധിച്ച്, അടിസ്ഥാന തത്വങ്ങളെ സംബന്ധിച്ച് ഒരു അഭിപ്രായമാണ് കോടതിക്ക് രൂപീകരിക്കേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഗവേണൻസ് ഓഫ് എനി റിലീജിയസ് ഓർ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ, ഏതെങ്കിലും മതപരമായിട്ടുള്ള അല്ലെങ്കിൽ ചാരിറ്റബിൾ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷന്റെ അതിന്റെ ഭരണഘടനയെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിന്റെ ഘടനയെ സംബന്ധിച്ച്, അതിന്റെ ഗവേണൻസിനെ, ഭരണത്തെ സംബന്ധിച്ചാണ് ഒരു കോടതിക്ക് ഒരു അഭിപ്രായം. അതായത് ഒരു റിലീജിയസ് ആയിട്ടുള്ള ചാരിറ്റബിൾ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനെ, അതിന്റെ ഗവേണൻസും അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫാമിലിയുടെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ യൂസേജസും ടെനറ്റ്സിനെയും സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ അവർ ഫോളോ ചെയ്യുന്ന കീഴ്വഴക്കങ്ങളെ അല്ലെങ്കിൽ അടിസ്ഥാന തത്വങ്ങളെ സംബന്ധിച്ച്, അല്ല എന്നുണ്ടെങ്കിൽ ദ മീനിങ് ഓഫ് വേർഡ്സ് ഓർ ടേംസ് യൂസ്ഡ് ഇൻ എ പർട്ടിക്കുലർ ഡിസ്ട്രിക്ട് ഓർ ബൈ പർട്ടിക്കുലർ ക്ലാസസ് ഓഫ് പീപ്പിൾ, ഒരു പ്രത്യേക ജില്ലയിൽ ഒരു പ്രത്യേക വാക്ക്, ഒരു പ്രത്യേക ടേം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ മീനിങ് അവിടെ എന്താണ്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം എറണാകുളത്ത് ഒരു വാക്ക് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ ആ വാക്കിന് വേറെ മീനിങ് ആയിരിക്കാം. അപ്പൊ അത്തരത്തിൽ ഓരോ സ്ഥലങ്ങൾക്കകത്തും ഓരോ ജില്ലകൾക്കകത്തും ഓരോ വേർഡിനും എന്താണ് മീനിങ് എന്നതിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു ക്ലാസ് ഓഫ് പീപ്പിൾ ഒരു പ്രത്യേക വാക്ക് ഒരു പ്രത്യേക അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവരുടെ മീനിങ്, അവരെ സംബന്ധിച്ച് ഒരു മീനിങ് ആയിരിക്കും, വേറൊരു ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ അതിന്റെ മീനിങ് വേറെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒക്കെ ഉള്ള വിഷയങ്ങൾക്കകത്ത് ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടാവണമെങ്കിൽ കോടതി ആരുടെ അഭിപ്രായം മുഖവിലക്ക് എടുത്താൽ മതി? ദ ഒപ്പീനിയൻസ് ഓഫ് പേഴ്സൺസ് ഹാവിംഗ് സ്പെഷ്യൽ മീൻസ് ഓഫ് നോളേജ് ദർ ഓൺ ആർ റെലവെന്റ് ഫാക്ട്സ്. അപ്പൊ അതിനെ സംബന്ധിക്കുന്ന ആ ലാംഗ്വേജ് ആണെങ്കിൽ ആ ലാംഗ്വേജിനെ സംബന്ധിക്കുന്ന, ആ പദപ്രയോഗം ആണെങ്കിൽ ആ പദപ്രയോഗത്തെ സംബന്ധിക്കുന്ന, അല്ലെങ്കിൽ യൂസേജ് ആണെങ്കിൽ യൂസേജിനെ സംബന്ധിക്കുന്ന, അല്ലെങ്കിൽ ഒരു പ്രത്യേക ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ റിലീജിയസ് ഫൗണ്ടേഷന്റെ കോൺസ്റ്റിറ്റ്യൂഷനെ ഗവേണൻസിനെ സംബന്ധിക്കുകയാണെങ്കിൽ അതുമായി വിവരമുള്ള, അതിൽ സ്പെഷ്യൽ നോളേജ് ഉള്ള, അതിൽ അറിവുള്ള ആളുകളുടെ അഭിപ്രായം ശേഖരിച്ചാൽ മതി. അഭിപ്രായം റെലവെന്റ് ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഇത്രയേ ഉള്ളൂ സെക്ഷൻ 43. അപ്പോൾ യൂസേജുകൾ അല്ലെങ്കിൽ സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാന തത്വങ്ങൾ അല്ലെങ്കിൽ റിലീജിയസ് അല്ലെങ്കിൽ ചാരിറ്റബിൾ ഫൗണ്ടേഷൻസിന്റെ അവരുടെ ഭരണക്രമം അല്ലെങ്കിൽ അവരുടെ ഭരണഘടനയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രയോഗത്തെ സംബന്ധിച്ച്, ഒരു ടേംസ് അല്ലെങ്കിൽ വേർഡ്സ് യൂസ് ചെയ്യുന്നതിന്, പ്രത്യേക ജില്ലക്കകത്ത് ഒരു പ്രത്യേക ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ ഇടയിൽ ഒരു പ്രത്യേക വേർഡ്സ് ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച്, അതിന്റെ മീനിങ്ങിനെ സംബന്ധിച്ച് ഒക്കെ എന്തെങ്കിലും അഭിപ്രായ രൂപീകരണമാണ് ഉള്ളതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ, അതിൽ നോളേജ് ഉള്ള ആളുകളുടെ അഭിപ്രായം അവിടെ റെലവെന്റ് ആയിട്ടുള്ള ഫാക്ട് ആയിരിക്കും, ഒരു പ്രസക്തമായിട്ടുള്ള വസ്തുതയായിരിക്കും എന്നാണ് സെക്ഷൻ 43 പറയുന്നത്. ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇനി നമ്മൾ സെക്ഷൻ 44 നോക്കുകയാണെങ്കിൽ സെക്ഷൻ 44 എന്താ പറയുന്നത്? ഒപ്പീനിയൻ ഓൺ റിലേഷൻഷിപ്പ് വെൻ റെലവെന്റ് എന്നാണ്. ബന്ധുത്വത്തെ കുറിച്ചുള്ള അഭിപ്രായം എപ്പോഴാണ് പ്രസക്തമാകുന്നത് എന്നാണ് സെക്ഷൻ 44 പറയുന്നത്. ബന്ധുത്വം എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ആണ്. ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയുമായുള്ള ബന്ധത്തെ കുറിച്ചുള്ള ഒപ്പീനിയൻ എപ്പോഴാണ് റെലവെന്റ് ആകുന്നത്, എപ്പോഴാണ് പ്രസക്തമാകുന്നത് എന്നാണ് സെക്ഷൻ 44 പറയുന്നത്. അപ്പൊ ഇവിടെ when the court has to form an opinion on relationship of one person to another, ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയുമായുള്ള ബന്ധത്വത്തെ കുറിച്ചുള്ള
റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കോടതിയുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പൊ അതിലൊരു ഒപ്പീനിയൻ ഫോം ചെയ്യാൻ വേണ്ടി കോടതി ആരുടെ ഒപ്പീനിയൻ തേടിയാൽ മതി, അല്ലെങ്കിൽ ആരുടെ ഒപ്പീനിയൻ റെലവെന്റ് ആകും എന്നാ പറയുന്നത്? എനി പേഴ്സൺ ഹു ആസ് എ മെമ്പർ ഓഫ് ദ ഫാമിലി ഓർ അതർവൈസ് ആസ് സ്പെഷ്യൽ മീൻസ് ഓഫ് നോളേജ് ഓൺ ദ സബ്ജക്ട് എന്നാ പറയുന്നത്. ആ വിഷയവുമായി ബന്ധപ്പെട്ട എ ബി എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു എന്നതിനെ കുറിച്ചാണ് കോടതിയുടെ മുമ്പിൽ പരിഗണനാ വിഷയം എന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലി മെമ്പർ ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരാളുടെ ഒപ്പീനിയൻ റിലവന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അവരുടെ സുഹൃത്തുക്കളായിരിക്കും, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അവരുടെ ഫാമിലി അല്ലെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കുന്ന ആ വിഷയത്തിന്റെ അകത്ത് അവരുടെ ബന്ധത്തെ കുറിച്ച് സ്പെഷ്യൽ നോളേജ് ഉള്ള ആളുകളുടെ അഭിപ്രായം റെലവന്റ് ആയിരിക്കും എന്നാണ് സെക്ഷൻ 44 പറയുന്നത്. ഇത്രയേ ഉള്ളൂ സെക്ഷൻ 44. ക്ലിയർ ആയിട്ടുള്ള കാര്യം, ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ് ഇവിടെയൊക്കെ പറയുന്നത് നമ്മൾ. അപ്പം ഈ സെക്ഷനെ ബെറ്റർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി ഈ സെക്ഷൻ 44 ഒരു പ്രൊവൈസോയും ഇല്ലുസ്ട്രേഷനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഇനി നോക്കാം. യെസ്, അപ്പൊ നമ്മൾ സെക്ഷൻ 44 എന്താ പറഞ്ഞത്? രണ്ടുപേര് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പ്രൂവ് ചെയ്യുന്നതിലേക്കായിട്ട് ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് നോളേജ് ഉള്ള ഒരാളുടെ ഒപ്പീനിയൻ റെലവെന്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആയിട്ട് വരും. അത് പ്രസക്തമായ വസ്തുതയാണ്. അപ്പൊ അത് പ്രൂവ് ചെയ്യുന്നതിലേക്കായിട്ട് ഒരാളുടെ ഒപ്പീനിയൻ കിട്ടിയാൽ മതി എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ സെക്ഷൻ 44 പറഞ്ഞത്. ഇനി ഇതിന്റെ പ്രൊവൈസോ പറയുന്നത് എന്താ നോക്കിയേ. ഇതിന്റെ എക്സെപ്ഷൻസ് ആണ്. ഈ സന്ദർഭത്തിന് അല്ലെങ്കിൽ ഈ സാഹചര്യത്തിന് വിരുദ്ധമായി നിൽക്കുന്ന സന്ദർഭങ്ങളെ കുറിച്ചാണ് ഈ പ്രൊവൈസോയിൽ പറയുന്നത്. അതായത് തേർഡ് പാർട്ടിയുടെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് തേർഡ് പാർട്ടിയുടെ ഒപ്പീനിയൻ റെലവെന്റ് ആവും നോർമലി എന്നാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ അത് റെലവെന്റ് ആവാത്ത സാഹചര്യങ്ങളെ കുറിച്ച് ഇവിടെ പ്രൊവൈസോയിൽ പറയുന്നു. ഡിവോഴ്സ് ആക്ട് ഓഫ് 1869 1869 ഡിവോഴ്സ് ആക്ട് പ്രകാരം ആ നിയമത്തിന്റെ പരിഗണനയിൽ വരുന്ന ഒരു മാരേജ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഈ തേർഡ് പാർട്ടി ഒപ്പീനിയൻ ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ള എവിഡൻസ് ആവില്ല എന്നാണ് പറയുന്നത്. അതായത് 1869 ഡിവോഴ്സ് ആക്ട് പ്രകാരം ഒരു മാരേജ് പ്രൂവ് ചെയ്യുന്നതാണ് ആ ഒരു അത്തരത്തിലുള്ള ഒരു ഫാമിലി കോടതിയുടെ മുമ്പിലാണ് ഈ പരിഗണനാ വിഷയം വരുന്നത്. ഡിവോഴ്സ് ആക്ട് ഒക്കെ എവിടെ ഡീൽ ചെയ്യുന്നത്? ഫാമിലി കോടതിയിലാണ്. അവർ ഫാമിലി കോടതിയുടെ മുമ്പിലാണ് ഈ ഒരു വിഷയം വരുന്നത്. അപ്പൊ അതിലേക്കായിട്ട് ഒരു മാരേജ് പ്രൂവ് ചെയ്യുന്നതിലേക്കായിട്ട് ഒരു തേർഡ് പാർട്ടിയുടെ ഒപ്പീനിയൻ റെലവെന്റ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ആയിട്ട് കണക്കാക്കപ്പെട്ടില്ല. അത് സഫീഷ്യന്റ് എവിഡൻസ് ആണ്, പക്ഷെ സഫീഷ്യന്റ് ആയിട്ടുള്ള അത് മാത്രം ഉണ്ടായത് കൊണ്ട് ഒരു മാരേജ് പ്രൂവ് ചെയ്യാൻ പറ്റില്ല ഡിവോഴ്സ് ആക്ട് പ്രകാരം എന്നാണ് പറയുന്നത്. മാത്രമല്ല BNS 2023 എന്ന് പറയുന്ന നിയമത്തിന്റെ അകത്തുള്ള സെക്ഷൻ 82 ആൻഡ് 84 പ്രൂവ് ചെയ്യുന്നതിലേക്കായിട്ട് അതിന്റെ അകത്ത് പ്രോസിക്യൂഷനിലേക്കായിട്ട് ആ കേസിന്റെ പ്രോസിക്യൂഷനിലേക്കായിട്ട് ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഒപ്പീനിയൻ ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ള എവിഡൻസ് ആയിരിക്കില്ല എന്നും പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു സെക്ഷൻ 44ന്റെ അകത്ത് പറയുന്ന ഒപ്പീനിയന്റെ ഒരു ബന്ധുത്വത്തെ കുറിച്ച് ഒരാൾ കൊടുക്കുന്ന ഒരു ഒപ്പീനിയൻ ആപ്ലിക്കബിൾ അല്ലാത്ത രണ്ട് സന്ദർഭങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഇതാണ് പ്രൊവൈസോയിൽ പറയുന്നത്. ഇനി ഇല്ലുസ്ട്രേഷനിൽ രണ്ട് എക്സാമ്പിൾസും കൂടെ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ നോക്കാം. യെസ്, അപ്പൊ നമുക്ക് ഇല്ലുസ്ട്രേഷൻ നോക്കാം. എന്താണ് ഒന്നാമത്തെ ഇല്ലുസ്ട്രേഷൻ പറയുന്നത്? ക്വസ്റ്റ്യൻ ഈസ് വെദർ എ ആൻഡ് ബി വെർ മാരീഡ്. എയും ബിയും വിവാഹിതരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതിലേക്കായിട്ട് എന്ത് ഫാക്ട് റെലവെന്റ് ആകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ദേ വർ യൂഷ്വലി റിസീവ്ഡ് ആൻഡ് ട്രീറ്റഡ് ബൈ ദെയർ ഫ്രണ്ട്സ് ആസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അവരുടെ സുഹൃത്തുക്കൾ, എയുടെയും ബിയുടെയും സുഹൃത്തുക്കൾ അവരെ സാധാരണഗതിയിൽ അവരെ സ്വീകരിക്കുന്നതും അവരെ ട്രീറ്റ് ചെയ്തിരുന്നതും ഭാര്യ ഭർത്താക്കന്മാർ എന്ന നിലയിലായിരുന്നു എന്നുള്ള വസ്തുത അവിടെ പ്രധാനപ്പെട്ടതാണ്, പ്രസക്തമാണ്. അപ്പൊ എയും ബിയും ചോദ്യം എന്താണ്? എയും ബിയും ഭാര്യ ഭർത്താക്കന്മാരാണോ? അവർ ലീഗലി മാരീഡ് ആണോ? അവർ മാരീഡ് ആണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതിലേക്കായിട്ട് അവരെ ഭാര്യ ഭർത്താക്കന്മാരായിട്ടാണ് അവരുടെ സുഹൃത്തുക്കൾ കണ്ടിരുന്നത്, സ്വീകരിച്ചിരുന്നത് എന്നുള്ള വസ്തുത പ്രസക്തമാണ് എന്നാണ് ഒന്നാമതായിട്ട് പറയുന്നത്. രണ്ടാമത്തെ ഇല്ലുസ്ട്രേഷൻ എന്താ? ദ ക്വസ്റ്റ്യൻ ഈസ് വെദർ എ വാസ് എ ലെജിറ്റിമേറ്റ് സൺ ഓഫ് ബി. എ എന്ന് പറയുന്ന ആള് ബിയുടെ ലെജിറ്റിമേറ്റ് സൺ ആണോ? എ എന്ന് പറയുന്ന ആള് ബിയുടെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള സൺ ആണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതിലേക്കായിട്ട് എയുടെ ഫാമിലി എപ്പോഴും ബിയെ ഒരു ഫാമിലി മെമ്പർ ആയിട്ടായിരുന്നു, അതുപോലെ ഒരു ലെജിറ്റിമേറ്റ് സണ്ണിനെ ട്രീറ്റ് ചെയ്യുന്ന പോലെ ആയിരുന്നു എയുടെ ഫാമിലി എപ്പോഴും ബിയെ ട്രീറ്റ് ചെയ്തത് എന്നുള്ള വസ്തുത പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അതായിരിക്കാനുള്ള സാധ്യത പോസിബിലിറ്റി ഭയങ്കര കൂടുതലല്ലേ, അതുകൊണ്ടാണ് ആ ഒരു ഫാക്ട് അവിടെ റെലവെന്റ് ആകുന്നത്. അപ്പൊ മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് സെക്ഷൻ 44ന്റെ രണ്ട് ഇല്ലുസ്ട്രേഷൻസ്. സെക്ഷൻ 44ന്റെ ബാറാക്ടിൽ പറയുന്ന രണ്ട് ഇല്ലുസ്ട്രേഷൻസ്. അപ്പൊ ഇത്രേ ഉള്ളൂ സെക്ഷൻ 44. നമുക്ക് ഇനി അടുത്ത സെക്ഷൻ നോക്കാം. യെസ്, അപ്പൊ നമ്മൾ സെക്ഷൻ 45 നോക്കുകയാണ്. ഇനി സെക്ഷൻ 45 എന്താ പറയുന്നത്? ഗ്രൗണ്ട്സ് ഓഫ് ഒപ്പീനിയൻ വെൻ റെലവെന്റ് എന്നുള്ള സംഗതിയാ പറയുന്നത്. ഒരു ഒപ്പീനിയൻ മാത്രമല്ല, ഒപ്പീനിയനിലേക്ക് എത്തിച്ചേരാനുള്ള കാര്യകാരണങ്ങൾ ഉണ്ടാവുമല്ലോ, അതും പ്രസക്തമാകുന്നതിനെ കുറിച്ചാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി തേർഡ് പാർട്ടി ഒപ്പീനിയൻ അല്ലെങ്കിൽ എക്സ്പെർട്ട് ഒപ്പീനിയൻ, ഇങ്ങനെ ഒരുപാട് ആളുകൾ ഒപ്പീനിയൻസ് കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മളിപ്പോ സെക്ഷൻ 39 മുതൽ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരാൾ ഒപ്പീനിയൻ കൊടുക്കുന്ന സമയത്ത് ആ ഒപ്പീനിയനിലേക്ക് എത്തിച്ച കാരണം കൂടെ പ്രസക്തമാകുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ ഒപ്പീനിയൻ എടുത്തു, എന്തുകൊണ്ട് ആ അഭിപ്രായം പറയുന്നു എന്നതിന്റെ കാരണം കൂടെ പ്രസക്തമാകുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 45 പറയുന്നത്.
അപ്പൊ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും വ്യക്തിയുടെ ഒരു അഭിപ്രായം പ്രസക്തമായിരിക്കുന്ന സമയങ്ങളിലെല്ലാം ആ അഭിപ്രായം രൂപീകരിക്കാനുള്ള കാരണമായിട്ടുള്ള അതിന്റെ അടിസ്ഥാന വസ്തുതകളും പ്രസക്തമാകുന്നു എന്നാണ് ഈ സെക്ഷൻ 45 പറയുന്നത്. അപ്പൊ നമുക്ക് വായിച്ചു നോക്കുകയാണെങ്കിൽ അത് തന്നെയാണ് പറയുന്നത്. whenever the opinion of a living person is relevant, ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ അഭിപ്രായങ്ങൾ പ്രസക്തമാകുമ്പോഴെല്ലാം the grounds on which such opinion is based also relevant, എന്തുകൊണ്ട് അയാൾ ആ ഒപ്പീനിയനിലേക്ക് എത്തി എന്നുള്ള ആ ഒരു വസ്തുത കൂടി അല്ലെങ്കിൽ ആ ഒരു കാര്യം കൂടെ ആ ഒരു കാരണം കൂടെ അവിടെ പ്രസക്തമാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്കൊരു ഇല്ലുസ്ട്രേഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. എത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞു സെക്ഷൻ ആണ്. ഇല്ലുസ്ട്രേഷൻ കൂടെ നോക്കാം. ഇവിടെ കൊടുത്ത ഇല്ലുസ്ട്രേഷൻ എന്താ പറയുന്നത്, ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്ക് അയാൾ അഭിപ്രായം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അയാൾ നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങളുടെ ഒരു വിവരണം കൂടി നൽകാവുന്നതാണ് എന്നാണ് ഇവിടെ എക്സാമ്പിളിൽ പറയുന്നത്. അതായത് ഒരു എക്സ്പേർട്ടിലായിട്ടുള്ള ആള് അയാളുടെ ഒപ്പീനിയനിൽ എത്തി, അപ്പൊ എന്തുകൊണ്ട് ആ ഒപ്പീനിയനിൽ എത്തി എന്ന് പ്രൂവ് ചെയ്യുന്നതിലേക്കായി അയാൾ അതിനുവേണ്ടി നടത്തിയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ്, അതിന്റെ വിവരങ്ങൾ കൂടി വേണമെങ്കിൽ അയാൾക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് ഒപ്പീനിയനിൽ എത്തിയത് എന്ന് പറയാവുന്നതാണ്. അപ്പൊ അതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. അപ്പം ഗ്രൗണ്ട്സ് ഓഫ് ഒപ്പീനിയൻ റെലവെന്റ് ആവുന്നതിനെ കുറിച്ചാണ് നമ്മൾ സെക്ഷൻ 45 പറഞ്ഞത്. ചില സമയത്ത് ഒപ്പീനിയൻ പറയുന്നതിനപ്പുറത്തേക്ക് ഒപ്പീനിയനിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നു എന്നത് കൂടെ പ്രസക്തമാകുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ സെക്ഷൻ 39 മുതൽ 45 വരെയാണ് ഒപ്പീനിയൻ ഓഫ് തേർഡ് പേഴ്സൺസ് എന്ന രീതിയിൽ നമ്മളിവിടെ പഠിച്ചിട്ടുള്ളത് ഈ ഒരു മൊഡ്യൂളിൽ. ഇതോടുകൂടി നമ്മുടെ BSA ക്ലാസ് കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാ ആളുകളും ഈ ഇതുവരെയുള്ള ക്ലാസ്സുകളെല്ലാം വാച്ച് ചെയ്തെന്ന് ഉറപ്പാക്കുക. അപ്പൊ നമ്മൾ BSA കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. അതുപോലെ ഒരു കാര്യം കൂടെ, നിങ്ങളുടെ എക്സാം തൊട്ടടുത്ത ദിവസം നടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ എല്ലാവരും എക്സാമിൽ നന്നായിട്ട് പെർഫോം ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകൾ കാത്തൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. എക്സാമിനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും ക്ലാസ്സുകളൊക്കെ എന്ന് വിചാരിക്കുന്നു. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്.